ഇത് സംക്രമണ ദിവസത്തിൻ്റെ തലേന്നത്തെ വീഡിയോ ആണ്. ക്ലീനിങ് വീഡിയോ ആണ്. നമ്മളെ ചിങ്ങമാസം തുടങ്ങാൻ പോവുമല്ലേ, അപ്പോൾ അതിനു മുമ്പുള്ള ഒരു ചെറിയ ക്ലീനിങ് വീഡിയോ ആണ്. തലേന്ന് തന്നെ സുമേഷ് ചേട്ടൻ എല്ലാം ക്ലീനാക്കി തന്നിട്ടുണ്ടായിരുന്നേ. മാറാലിയൊക്കെ വലിയ വടിയൊക്കെ വെച്ചിട്ട് എല്ലാം പോക്കി തന്നിട്ടുണ്ട്. എന്നാൽ പിറ്റേ ദിവസം അവിടെയുള്ള വണ്ണാൻ ഏതെങ്കിലും ഒന്ന് മിസ്സായിട്ടുണ്ട്, അത് എവിടെയും കയറി കൂട് കൂട്ടുമല്ലോ. അത് കാരണം ഞാൻ ജനലെല്ലാം അടിച്ചു വരുമ്പോൾ തന്നെ അപ്പാടപ്പാട് തട്ടിയെടുക്കുന്നുണ്ട്. ജനലെല്ലാം എപ്പോഴും ഇടക്കിടയ്ക്ക് ഈ ചൂല് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചൊക്കെ ഇങ്ങനെ തട്ടി എടുത്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ വണ്ണാൻ വിലക്ക് കുറവുണ്ടാവും അല്ലേ. ഇല്ലെങ്കിൽ ഇന്ന് പോയാൽ പിറ്റേന്ന് നാളെയും വണ്ണാൻ കൂട് കിട്ടും. പിന്നെ അടുപ്പൊക്കെ കത്തിച്ചിട്ട് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇടക്കിടയ്ക്ക് അടുപ്പ് കത്തിക്കുന്നുള്ളൂ. ഒന്നാമത് അടുപ്പ് കത്തിച്ച് കിട്ടാനുള്ള ഒരു സമയക്കുറവ് കാരണം ഞാൻ ചിലപ്പോൾ അടുപ്പ് കത്തിക്കാനേ മെനക്കെടാറില്ല. എനിക്ക് അടുപ്പ് കത്തിക്കണേ വലിയൊരു സമയം വേണം. അടുപ്പ് കത്തിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പാകത്തിന് കത്തുവേ. അപ്പോൾ കുറച്ചധികം മീനൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കുറച്ചെടുത്ത് നല്ലപോലെ പൊരിച്ച് ബാക്കി കറി വെക്കാൻ വെക്കുന്നുണ്ട്. അയിലയും തെണ്ടയൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഒക്കെ മുറിച്ച് ഒക്കെ ഇതാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കറി വെക്കാമെന്ന് കരുതി ആ കറിക്കുള്ള തക്കാളിയും പച്ചമുളക് ഇട്ട് പിന്നെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണോ കറി വെക്കാറ്? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് പറയണേ. എല്ലാ നാട്ടിലും ഇങ്ങനെ എല്ലാ കറി വെക്കുന്നതെന്ന് ചില വീഡിയോസ് കാണുമ്പോൾ തിരിയാറുണ്ട്. തൃശ്ശൂർ ഭാഗത്തൊക്കെ പിന്നെ തേങ്ങ പാലൊക്കെ എടുത്തിട്ടാന്ന് തോന്നുന്നല്ലേ കറി വെക്കുക. അപ്പം നമ്മളിങ്ങനെ തേങ്ങ അപ്പാടെ തന്നെ അരച്ചിട്ടാണ് കറി വെക്കുക. പിന്നെ ഒരു കൂമ്പുണ്ടായിരുന്നേ. രണ്ടും കുറേ ദിവസങ്ങളിലായി വീഡിയോയിൽ എപ്പോഴും കൂമ്പ് തന്നെയല്ലേ കാണുന്നത്. ഒന്നാമത് മഴ പെയ്തപ്പോൾ എല്ലാ ഇങ്ങനെ വാടിക്കരിഞ്ഞ പോലത്തെ വാഴകളൊക്കെ ഒന്ന് ഉഷാറായപ്പോൾ എല്ലാവരും ഒന്ന് ചെറുതായിട്ട് കൂമ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പം കൂമ്പ് കായ് തീർന്നപ്പോൾ ഞാൻ കൂമ്പൊക്കെ പൊട്ടിച്ച് വറക്കാൻ തുടങ്ങി. എൻ്റെ ഫേവറേറ്റ് വറവാണ് കൂമ്പ്. അത് കഴിഞ്ഞ് അടുക്കള പണിയങ്ങ് കഴിഞ്ഞ പോലെ ഞാൻ അകമൊന്ന് തുടച്ചിട്ടിട്ടുണ്ട്. പാറൂട്ടി വരുമ്പോഴേക്ക് അകമെല്ലാം ഒന്ന് ആറുക വേണം. അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ ഫാനാടി ഇട്ടിച്ചിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.